നമ്മൾ പൊതുവെ ചില മതിലുകളിൽ കാണുന്ന വാചകമാണ് സ്റ്റിക്ക് നോ ബിൽസ്. പരസ്യം പതിക്കരുത്, പോസ്റ്റർ ഒട്ടിക്കരുത്. അത് വലിയൊരു മുന്നറിയിപ്പാണ്. ശരിയെന്ന് കരുതി നാം ചെയ്യുന്ന പലതും ശരിയാകണമെന്നില്ല. അതൊരു അഭംഗിയാണ്. അത് വരാതിരിക്കാൻ എപ്പോഴും ഒരു സ്റ്റിക്ക് നോ ബിൽസ് ബോർഡ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അത് ആവശ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ 2 കഥാപാത്രങ്ങൾ ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ ദൈവത്തെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സെൽഫ് അഡ്വർടൈസ്മെന്റിലൂടെ ജീവിതം ഒരു പോസ്റ്ററായിട്ട് മാറ്റി പെർഫോമൻസ് നടത്തുകയും ദൈവത്തെ കബളിപ്പിക്കാനുള്ള ഒരു ആത്മീയ വിനോദമായിട്ടാണ് പ്രാർത്ഥനയെ ഫരിസേയൻ കാണുന്നത്. പാപമുള്ളിൽ കെട്ടിക്കിടക്കുമ്പോഴും പുറമേ തിളങ്ങി നിൽക്കാൻ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ് പിന്നെ പ്രാർത്ഥനയിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ന പദം ദൈവം എന്ന പദത്തേക്കാൾ കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് അവൻ്റെ പ്രാർത്ഥനയിൽ. ഫരിസേയൻ തൻ്റെ വ്യാജ വിശ്വാസം കൊണ്ട് തന്നെ നീതീകരിക്കുകയും തന്നെ നല്ലവനെന്ന് ചിത്രീകരിക്കാൻ കൂടെ നിന്ന് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുക. എന്നാൽ ചുങ്കക്കാരൻ ദൈവത്തിന് മുമ്പിൽ വെളിവായി വേദനിക്കുകയാണ്. ദൈവം നീതീകരിക്കുന്നത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ദൈവത്തിൻ്റെ ഹൃദയം ചലിക്കണമെങ്കിൽ ആത്മപ്രശംസാ മനോഭാവം വെടിയണം. താഴ്മയായിട്ടുള്ള മനോഭാവം ഉണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ആത്മപ്രശംസയുടെ പോസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു സ്റ്റിക്ക് നോ ബിൽസ് ബോർഡ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ്.